السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് മാതൃകയാണ്. അവിടുന്ന് നമുക്ക് എന്തെല്ലാം ഹൈറാത്തുകൾ ലഭിക്കണമോ, എന്തെല്ലാം ഷെറുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമോ, അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് കാണിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നാം കൃത്യമായി പിൻപറ്റി അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും എല്ലാവിധ ഷെറുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം ലഭിക്കാനും അത് കാരണമായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മളിൽ പലരും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടും മറ്റുമൊക്കെ പേടിക്കാറുണ്ട്. അതുപോലെ തന്നെ പൈശാചികമായ ഷെറുകളിലൊക്കെ കുടുങ്ങി വലിയ വിഷമങ്ങൾ നേരിടാറുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കാൻ നാം എല്ലാ സമയത്തും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്, റബ്ബിനെ ഖുർആൻ ഓതുന്നവരാകണം. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ പൂർണ്ണ ശുദ്ധിയോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകൾ ഔറാദുകളൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ആ ഒരു രൂപത്തിലുള്ള ഉറക്കമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. കാരണം എത്രയോ ആളുകൾ കിടന്നുറങ്ങിയവരാണ്, പക്ഷേ നേരം പുലർന്ന് അവർ എഴുന്നേൽക്കാത്തത് കാണുമ്പോൾ വീട്ടുകാരും മറ്റുമൊക്കെ അവരെ വിളിക്കുമ്പോൾ അവരെന്നേക്കുമായുള്ള ഉറക്കത്തിലേക്ക്, മരണത്തിലേക്ക് പോയ എത്രയോ സംഭവങ്ങൾ നമുക്ക് അനുഭവമുള്ളതാണ്. ഒരു പക്ഷേ നാളെ നമ്മളായിരിക്കും ആ അവസ്ഥയുണ്ടായി തീരുക. അതുകൊണ്ട് തന്നെ റബ്ബിലേക്കുള്ള മടക്കം അത് എല്ലാ നിലക്കും ആത്മീയമായ ശുദ്ധീകരണത്തിലൂടെ അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നാം അള്ളാഹുവിന് കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ റബ്ബിലേക്ക് മടങ്ങുമെന്നുള്ള ആ ബോധത്തോടുകൂടെ നല്ല മനസ്സോടെ, നല്ല ദിക്റുകളോടെ, നല്ല ചിന്തയിലായി കിടന്നുറങ്ങാൻ കഴിയണം. അത്തരമൊരു അവസ്ഥ നമുക്ക് വന്നുവിടാൻ വേണ്ടി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തിയത്, അവിടുന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്ന ഒരു കാര്യം മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹദിയവകൾ പറയുന്നുണ്ട്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഇദാ അവ ഇലാ ഫിറാഷിഹി കുല്ല ലൈല, എല്ലാ ദിവസവും രാത്രിയിൽ അവിടുന്ന് കിടന്നുറങ്ങാൻ വേണ്ടി അവിടുത്തെ വിരിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യുമായിരുന്നു? ജമഅ കഫൈഹി, അവിടുത്തെ രണ്ട് കരങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിക്കും. സുമ്മ നഫസ ഫീഹിമ, പിന്നീട് ആ രണ്ട് കരങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതും. എങ്ങനെ ഓതും? ഫഖറഅ ഫീഹിമ ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ മൂന്ന് സൂറത്തുകളും അവിടുന്ന് ഓതിയിട്ട് ഇരു കരങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുമായിരുന്നു. എന്നിട്ട് ആ ഊതിയ കരങ്ങളെ കൊണ്ട് സുമ്മ യംസുഹു ബിഹിമാ മസ്തതഅ മിൻ ജസദിഹി, പിന്നീട് ആ രണ്ട് കൈകളും അവിടുത്തെ ശരീരത്തിൽ നിന്ന് എത്താവുന്ന സ്ഥലത്തൊക്കെ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ രണ്ട് കരങ്ങളെ കൊണ്ട് ഇങ്ങനെ പൂർണ്ണമായും തടവുമായിരുന്നു. എവിടുന്നാ തുടങ്ങുക? അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അവിടുത്തെ തല തടവും, പിന്നീട് മുഖം തടവും, പിന്നെ ശരീരത്തിൻ്റെ മുൻഭാഗം, അങ്ങനെ ശരീരത്തിൽ എവിടെയെല്ലാം ആ കൈകളെത്തുമോ അവിടെയെല്ലാം റസൂലുള്ളാഹി തങ്ങൾ ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓതി കൈകൾ ഊതി അവിടെ തടവുമായിരുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം അന്ന് ആവർത്തിച്ച് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഇതെല്ലാം പൈശാചികമായ ഷെറിൽ നിന്ന്, ജിന്നിൻ്റെ ഷെറുകളിൽ നിന്ന്, മറ്റു ഷെറുകളിൽ നിന്നെല്ലാം, സ്വപ്നങ്ങൾ കാണുന്നതെല്ലാം നമുക്ക് സംരക്ഷണമേകാൻ, നമുക്ക് കാവലേകാൻ ഇത് കാരണമായി തീരുമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സുന്നത്തുകൾ നാം നിത്യജീവിതത്തിൽ പകർത്തുക തന്നെ വേണം. അപ്പോഴാണ് ഹബീബിനോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കുന്നവരാകുള്ളൂ, അവിടുത്തെ പിൻപറ്റി എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടാവുകയുള്ളൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും അവസാനം ആഖിബത്ത് നന്നായി ഈമാനോടെ മുത്തുനബിയെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.